മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം റോഡപകടങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം റോഡപകടത്തിന് വളരെയധികം കാരണമാകുന്നുണ്ട്. ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ നല്ല ബോധത്തോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഇത്രയും കാലത്തെ റോഡനുഭവങ്ങളും സാങ്കേതിക പാഠങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അതാത് സമയത്തെ റോഡിലെ അവസ്ഥ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ബോധത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശരിയായ പ്രവൃത്തിയാണ് ഡ്രൈവിങ്. മദ്യം മയക്കുമരുന്ന് ഇവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുന്നിലൊരു കാര്യം കണ്ട് പ്രതികരിക്കാനായിട്ട് കാലതാമസം നേരിടും. സാധാരണ ബോധത്തോടെ ആക്സിലേറ്ററിൽ നിന്നും നമുക്ക് കാലെടുത്ത് ബ്രേക്ക് ചവിട്ടാൻ 1 സെക്കൻഡ് മതി. എന്നാൽ മദ്യം മയക്കുമരുന്ന് ഇവ ഉപയോഗിക്കുന്ന ഒരാൾക്ക് 3 സെക്കൻഡ് സമയം വേണ്ടി വരും. അതായത് 60 കിലോമീറ്ററിൽ സഞ്ചരിക്കുന്നൊരു വാഹനം അത് 3 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ ദൂരം പിന്നിട്ടിരിക്കും. അപ്പോൾ മദ്യപാനി ആയ ഒരാൾ അപകടം വരുത്തി വയ്ക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇതാണ്. അയാൾക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥ റോഡാവില്ല ഈ ആൾ കാണുന്നത് തന്നെ. ഇയാളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് അപകടങ്ങളില്ലാതിരിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്നും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ട തീരുമാനങ്ങൾ നമ്മൾക്ക് എടുത്തുകൊണ്ട് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കാം. ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. താങ്ക്